ബേബി ഇൻ യെല്ലോ നൈറ്റ് 2 ആണ് ഗൈസ്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ് നിങ്ങളൊക്കെ ഡേ 1 കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കുട്ടിക്ക് ഡ്രസ്സ് ഉണ്ടെന്നാണ് പറയണം. ആ ഒരു പരസ്യം കണ്ടാലേ ഡ്രസ്സ് തരുള്ളൂ. എനിക്കൊന്നും വയ്യ. നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം ഗൈസ്. പിന്നെ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ പാർട്ട് 1 കാണാത്തവരൊക്കെ പോയി കണ്ടോളൂ. എവിടെ നമ്മുടെ കുട്ടി പിശാചി കുട്ടി? അവിടെ TV കാണുന്നുണ്ട്, മരമോടൻ. ഇവിടെ ചിരി കണ്ടില്ലേ? നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. എന്താ ഇത് ഇങ്ങനെ? നമ്മൾ ഇവനെ കുറച്ച് കളിപ്പിക്കാം ഗൈസ്. കണ്ട അവൻ്റെ നോട്ടം കൊച്ചാണെന്ന് പറയാൻ കണ്ടാ അറിയില്ല. ഈ വായന ഇങ്ങനെ കളിപ്പിക്കാം, ഭയങ്കര രസമാണ്. മോനെ ഫസ്റ്റ് തന്നെ എനിക്ക് തിന്നാൻ കൊടുക്കണം. തിന്നാ പറഞ്ഞ വിചാരി പിശാചിനോട്. ഗൈസ് എനിക്ക് ഇതിൽ പേടിക്കാൻ എന്തൊക്കെയോ വരുന്നുണ്ട്. ഫസ്റ്റ് എന്തൊക്കെയുണ്ടായി? ബെസ്റ്റ് ഗൈസ്. ഇനി നമ്മൾ ഫൈൻഡ് ദ ബോട്ട് തുടങ്ങി. ഇനി നമുക്ക് കുപ്പി കണ്ടെത്തണം. എവിടെ കുപ്പി? ഇതൊക്കെ നമുക്ക് തുറന്നു നോക്കാം. ഇവിടെ കുറേ ഷെൽഫുണ്ട്, തുറന്നു നോക്കാം. കിച്ചണാണല്ലോ അല്ലേ. ഇവിടെ പിന്നെ കുറേ കഴിക്കാനായിട്ട് ബ്രെഡും മുട്ടൊക്കെ ഉണ്ട്. ഈ കൊച്ചിനൊക്കെ എന്തിനാ ഇത്? ഇവിടെ ആണെങ്കിൽ എന്നും ഉണ്ടാവും. നമുക്കിപ്പോൾ ഇത് റിയലാണെങ്കിൽ നമുക്കെടുത്ത് കഴിക്കാമായിരുന്നു. നമുക്ക് ഏതായാലും മറ്റേ സാധനം ഇവിടെ ഓവണൊക്കെ ഞാൻ തുറന്നിട്ടുണ്ട്. എവിടെ മോനെ? അവൻ്റെ കിടത്താൻ കണ്ടില്ലേ? കുപ്പിയും കാണാനില്ല. നമുക്ക് പുറത്താണെന്നാണ് തോന്നുന്നത്. നമുക്ക് പുറത്തേക്ക് പോയേക്കേണ്ടി വരുമോ ഗൈസ്? നമുക്ക് പുറത്തേക്ക് പോവാം. ഏട്ടാ ലോക്ക് ചെയ്തിരിക്കണ പുറത്തുനിന്ന്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിചാരം. എന്നാലും ഇവരെ എനിക്കെന്തോ എന്തൊക്കെ പോലെ തോന്നണം ഗൈസ്. കുഴപ്പമില്ല. അവിടെ എന്തോ ഒരു പൂച്ചക്കുട്ടിൻ്റെ ശില്പം പിന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് തരാം. അത് ഞാൻ ഓക്കെ. ഫൈൻഡ് ദ ബോട്ടിൽ. നമുക്ക് അവിടെ 2 എണ്ണം കൂടി കാണുന്നുണ്ട്. 2 ഷെൽഫ് അവിടെ ഉണ്ട്. നമുക്ക് അവിടെ തുറന്ന് നോക്കാം. അത് കുട്ടിയുടെ അടുത്ത് കിട്ടുമോ? ഇല്ല ഗൈസ്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് ഈ ദജ്ജാല് മോറന്നെ ഇട്ട് നോക്കിയാൽ കിട്ടില്ല. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഇതിനുള്ളിലൊന്നും ഇല്ല ഗൈസ്. എന്ത് ചെയ്യും? കൊച്ചത് അവിടെ കടന്ന് കരയുന്നു. നീ ഇവിടെ നിന്നോടാ. ഓക്കെ. എവിടെ മോനെ? ഇങ്ങനത്തെ ടാസ്ക് ആയിരുന്നു ഞാൻ വിചാരിച്ചില്ല. ഇനി ഗൈസ് നമുക്ക് ഒന്നുപാടി തിരഞ്ഞു നോക്കാം. ഈ ഷെൽഫ് ഞാൻ പിന്നെയും തുറന്നൊക്കെ നോക്കുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുണ്ടോയെന്നാവും. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറാനൊന്നും വെക്കില്ല. അതാണെങ്കിൽ ഡോറാണെങ്കിൽ ലോക്കും. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം ഇത് ലോക്ക് ചെയ്യുന്നു. ഗൈസ് കുപ്പി കിട്ടി. ആദ്യം ആ ഡോറ് ലോക്ക് ചെയ്യുന്നു. പിന്നെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൊച്ചെവിടെ? അടുത്ത കുട്ടീനെയും കാണാനില്ലല്ലോ. നമ്മൾ കുടുങ്ങിയ ഇല്ല ഗൈസ്. ഡോറ് ഓപ്പണായി. കുട്ടി ഈ വാഴ ഇവിടെ എത്തി ഗൈസ്. അവൻ്റെ മോണ്ട കണ്ടില്ല. ഇതന്നെയാണ് ഇവൻ്റെ പണി. ഗൈസ് നമുക്ക് ഇനി ഡൈപ്പർ മാറ്റാൻ പോകാം. ടേക്ക് ബേബി ടു ചേഞ്ച് ദ ടൈപ്പ്. ടേബിൾ ഇരുത്തി. എനിക്കറിയാലോ ഇവൻ്റെ കളി. ഇവൻ നമ്മളൊന്ന് തിരിഞ്ഞ അപ്പം ഇവിടുന്ന് എസ്കേപ്പ് ആവും. പാർട്ട് 1 ഇതേ അവസ്ഥ തന്നെയാണ്. പേടിയാണ്ട് ഡൈപ്പർ ഞാൻ എടുക്കാത്തതാണ്. ഇനി ഇതിനും ക്യാച്ച് ചെയ്യണല്ലോ. ഇത് ആണെങ്കിലോ കണ്ടെത്താൻ ഭയങ്കര ടഫാണ് ഗൈസ്. എവിടെ അത്? നമുക്ക് പുറത്ത് പോയി നോക്കാം ഗൈസ്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കൊക്കെയാണ് നോക്കുന്നത്. പെട്ടെന്ന് പരസ്യം. ഓരോ പരസ്യക്കാരും. ഓക്കെ നമ്മൾ പരസ്യം എസ്കേപ്പായി. എവിടെ?
ഇനി ഇവനെ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. എനിക്കെന്താ പേടിയൊക്കെ ആവുന്നു. തെരഞ്ഞിട്ട് കിട്ടുന്നില്ല. എവിടെ ആ കൊച്ചി ചെറുക്കനത് അവിടെ നിൽക്കുന്നു, കുട്ടിപ്പിശാജ്. നമുക്ക് തിരയാം ഗൈസ്. ഈ ബ്രെഡൊക്കെ ഞാൻ ഇങ്ങനെ നോക്കണത് എവിടെ പോയിട്ട് ആ സ്നാപ്പിയോ നെപ്പിയോ എന്തൊരു സാധനം നമുക്ക് തിരയാം ഗൈസ്. എന്തൊരു ടാസ്ക് അല്ലേ. അതോ ഗൈസ് അവിടെ ഉണ്ട്. ആ നീല കൊച്ചിൻ്റെ റൂമിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. നമുക്ക് പോയോക്കാം. അതായിരിക്കുന്നു കണ്ണാടൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഇനി എങ്ങോട്ടാണാവും? ഇതിനുള്ളിലേക്ക് കയറിപ്പോയോ ഗൈസ്? ഇനിയും പോയി തരയാം. എവിടേക്കാ പോയത്? ഈ റൂമിൽ എവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. ഇവിടെയാണെന്നാ തോന്നുന്നത്. ഈ റൂം ആദ്യം അടച്ച്. ഇതാ ഗൈസ് ബെഡിൽ കിടന്നുറങ്ങുക. പിന്നെ തല ചുറ്റുന്നു കണ്ടിൽ. ബോധം കെട്ട്. ഓക്കെ, സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല ഈ റൂം ഇപ്പോഴാണ് ഓപ്പണായി ഗൈസ്. റൂം ഓക്കെ ഗൈസ്, നമുക്ക് താഴോട്ട് പോയി കുട്ടിയുടെ നാപ്പി കുട്ടിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. എവിടെ കുട്ടി പിശാചിനി? ഇവനെ തരണ്ട്. ഇവിടെ ഉണ്ട്. സാധാരണ നമുക്ക് ഇവനെയും പാടി തരയാമെന്ന എൻ്റെ ക്ഷമ. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇവനെ എന്തിപ്പോൾ ഉണ്ടായി? നമ്മളെ കഴിഞ്ഞ് നേരെ കുട്ടി ആ സ്റ്റെപ്പിൻ്റെ എന്നിരിക്കേണ്ട സ്ഥലത്താണ് പോയിരുന്നത്. ഇനി എന്തൊക്കെ വരാൻ പോകുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇനി ഇതിനെ ഉറക്കാൻ കൊണ്ടാണ്. ടേക്ക് ബേബി ടു ബെഡ്. ഓക്കെ, ഞാൻ അവിടെ കാണുന്നു കേട്ടോ മോനെ. ഫൈൻഡ് ദ സ്റ്റോറി ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. അടുത്ത സ്റ്റോറി ബുക്ക് പണ്ടാറ ഇറങ്ങാനായിട്ട്. ദ പ്രിൻസ് ആൻഡ് ദ റാബിറ്റ്. ഇന്നലെ എന്തെങ്കിലും ദ പ്രിൻസ് ആൻഡ് കാറ്റ്. When the rabbit came to visit, the prince said time to play. But his big red eyes, they scared her, and she didn't want to stay. Quickly towards the exit, the tiny rabbit hopped. The prince ran right behind her and screamed she must be stopped. ഞാൻ പേടിച്ച് പെട്ടെന്നാണത് ബുക്കുമായി ഇന്ന് തെറിച്ചു പോകുമ്പോൾ സത്യം പേടിച്ചിട്ടോ. ഓക്കെ, ഇനി എന്താ? ഈ പൂച്ചക്കുട്ടിയാണെന്ന് തോന്നുന്നത്. പൂച്ചക്കുട്ടിയല്ലേ? ഇന്നലെ പൂച്ചക്കുട്ടിയുടെ സ്റ്റോറി വായിച്ചപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടീനെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ റാബിറ്റിൻ്റെ സ്റ്റോറി വായിച്ചത് കൊണ്ട് നമുക്ക് റാബിറ്റിനെയാണെന്നാ തോന്നുന്നത്. നമുക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, ചിരിച്ചു. എന്നാൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ അവൻ. Through dark corridors he chased her. Hop, hop, hop. A relentless, futile flight. Hop, hop, hop. Round and round inside the palace, in and out of space and sight. Hop, hop, hop. The prince, he couldn't catch her. His heart was filled with wrath. The rabbit slipped right out the door and vanished down the path. The prince cried out, I need new friends. More, now, another. I'll bring you some, don't worry now, replied his loving, caring mother. കഴിഞ്ഞു. ഇന്ന് നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കടക്കാം. ഇനി നമ്മളോട് ലീവ് ആൻഡ് ക്ലോസ് ദ ഡോർ. നമ്മളോട് പോവാൻ. കുട്ടി അവിടെ ഉറങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, എന്താ അത്? ആൻഡ് ഗോ. നമ്മളോട് പിന്നെയും ടി വി ആണ് നമ്മളെ മെയിൻ പരിപാടി. ടി വി. ഇതാ ടി വി ഗൈസ്. ഇതിലിതാ ടി വിയിൽ ഇപ്പോൾ റാബിറ്റിൻ്റെ ആ പിക്ചർ. ഓക്കെ, നമുക്കിരുന്നിട്ടിരുന്ന് ടി വി കാണാം. എന്താ ഗൈസ്, കോളിംഗ് ബെല്ലടിച്ച്. നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, ഓപ്പൺ. ഇതോ എന്തോ ആൾക്കാരൊന്നും ഇല്ലല്ലോ അല്ലേ? വല്ല പ്രേതം ഉണ്ടെങ്കിലോ? എന്തത്?
ടോസ്റ്റി എന്തോ ഒരു സാധനമാണ് ഗൈസ്. നമുക്കിത് എടുത്തിട്ട് നമ്മളൊരു ഡൈനിങ് ടേബിളിൽ വെക്കാനാണ് പറഞ്ഞത്. എന്തുകൂല ആവട്ടെ, നമുക്ക് ഇനിയും പോയി ടി വി കാണാം. ഇതന്നെ ടി വി കാണാൻ കൊച്ചിന് നോക്കുക, ടി വി കാണാൻ കൊച്ചിന്. ഓക്കെ, ഇതൊന്ന് ന്യൂസാണെന്നാ തോന്നുന്നേ. ഓക്കെ, കുട്ടി പിശാച് ഇപ്പോഴും ഉറങ്ങാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇന്നത്തെ നൈറ്റ് ഇവിടെ അവസാനിച്ചു എന്നാണ്. ഗൈസ് അവസാനിച്ചു. ആദ്യൊരു ഡൗട്ടായിരുന്നു, പിന്നെ ലോഡിങ് കണ്ടപ്പോൾ പിന്നെ മനസ്സിലായി. അപ്പോൾ നമ്മളുടെ പാർട്ട് നൈറ്റ് 3 ആയി നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ.